ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കക്കറോട്ടി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ഇതിന് കക്കറോട്ടി എന്ന് മാത്രമല്ല കേട്ടോ, കുഞ്ഞിപ്പത്തിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതിലൊരു കുക്കർ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 1 കിലോ ബീഫ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടുതലും നമുക്ക് ബീഫ് വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറേ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ബീഫ് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ബീഫ് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു തേങ്ങ അരവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള, 1 ടീസ്പൂണോളം നമുക്ക് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിൽ പകുതി ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കിലോ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കേണ്ട, നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിലിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ബീഫ് ആ ഒരു സമയത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബീഫിൽ അധികം വെള്ളം ഒന്നുമില്ല കേട്ടോ. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 3/4 ടീസ്പൂണോളം ഗരം മസാല. അതിന് കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. ഇപ്പം നമ്മളെ ബീഫ് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ കുക്കറിൽ തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ സവാള നന്നായിട്ട് വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി, ഒരു പച്ചമുളക് കേട്ടോ, എരിവിന് ആവശ്യമായിട്ട് ഒരു വലിയൊരു പച്ചമുളകും, ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു പീസിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ആവി കയറ്റിയെടുക്കുന്ന പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു വായിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ കയ്യിൽ അതുപോലെ കുറച്ച് എണ്ണാക്കി കൊടുത്തിട്ട് നമ്മൾ മാവ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നടക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അങ്ങ് റെഡി ആയിക്കോളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആയി കിട്ടും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ സവാള ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരവുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യമുള്ള മല്ലിയിലയും കറിവേപ്പിലയൊക്കെ കുറച്ച് അധികം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 3-4 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞിപ്പത്തിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ടെങ്കിൽ നമ്മളെ പത്തിൽ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഇതിന് മുകളിലേക്ക് ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ വിട്ട് വരും കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ ഇതിങ്ങനെ വിട്ട് വരും. അപ്പോൾ ഇത് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ തണി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ചൂടോട് തന്നെ ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കുഞ്ഞിപ്പത്തിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പത്തിലിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മെല്ലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ പത്തിലൊക്കെ അങ്ങ് മുറിഞ്ഞു പോയിട്ട് ചെറിയ ചെറിയ പീസായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആ തേങ്ങയുടെ ടേസ്റ്റ് ഒന്നും കൂടുതലില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഗീ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. നമുക്ക് സാധാരണ ഇത് കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടപ്പെടാനുള്ള ചാൻസൊക്കെ കുറവാണ്. കാരണം നമ്മൾ തേങ്ങയുടെ ഒക്കെ ഓവറായിട്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ ടേസ്റ്റ് അല്ലേ കൂടുതൽ ഉണ്ടാകാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും